മനസ്സാകും പുൽക്കൊടിലിൽ ഇരുളാർന്ന നിൻ ജീവിത വീതിയിൽ നിറദീപമായി മുന്നിൽ തെളിയാം. ആഴലാർന്ന നിൻ ജീവിത നൗകയിൽ സഹയാത്രികനായി വാഴാം. ജീവൻ നൽകുന്നതാണ് ക്രിസ്മസ്. അന്യർക്കായി ചെയ്യുന്നതെല്ലാം എനിക്കായി ചെയ്തു നിങ്ങൾ. പൂക്കളൊരായിരമർപ്പിച്ചാലും ദീപങ്ങൾ അനവധി തെളിച്ചാലും പുൽക്കൂട് പുൽമെത്ത ഒരുക്കിയാലും ഞാനില്ലെങ്കിൽ അത് വ്യർത്ഥം. നിൻ സാന്നിധ്യമോ അത് പുണ്യം. അന്യർക്കായി ചെയ്യുന്നതെല്ലാം എനിക്കായി ചെയ്തു നിങ്ങൾ. ഇറക്കാനായി ഒരിടം തരുമോ നിൻ മനസ്സാകും പുൽക്കൊടിലിൽ ഇരുളാർന്ന നിൻ ജീവിത
പകർന്നത സ്നേഹം കനിവുതിരും സ്വരവീണയിൽ ശാന്തി മന്ത്രമായുണർന്ന നാദമേ നിലാവുതിരും ബേത്ലഹേമിൽ പൂമഴയും നാദബ്രഹ്മമായുദിച്ച സൂര്യനേ പുതുപുലരിയ കതിരുകളാൽ കരമുണർന്നൊരു ഗാനം ഇരുൾ നിറയും മനതാരിൽ പ്രഭ പകർന്നത സ്നേഹം കനിവുതിരും സ്വരവീണയിൽ ശാന്തി മന്ത്രമായുണർന്ന നാദമേ നിലാവുതിരും ബേത്ലഹേമിൽ പൂമഴയും നാദബ്രഹ്മമായുദിച്ച സൂര്യനേ പൂമരങ്ങൾ പൂത്തുലഞ്ഞു വർണ്ണമായി പുഴയോരങ്ങൾ പൂനിലാവിൽ കുളിച്ചു നിന്ന രാവതിൽ പൂമരങ്ങൾ പൂത്തുലഞ്ഞു വർണ്ണമായി പുഴയോരങ്ങൾ പൂനിലാവിൽ കുളിച്ചു നിന്ന രാവതിൽ പുണ്യജന്മത്തിൻ ഉളകിതമായി താരം തെളിഞ്ഞു നിന്നു മഹിമയെ വെടിഞ്ഞു മനുജനായി പിറന്നു ദൈവത്തിൻ സ്വന്തപുത്രൻ പുതുപുലരിയിൽ കതിരുകളാൽ കരമുണർന്നൊരു ഗാനം ഇരുൾ നിറയും മനതാരിൽ പ്രഭ പകർന്നത സ്നേഹം കനിവുതിരും സ്വരവീണയിൽ ശാന്തി മന്ത്രമായുണർന്ന നാദമേ നിലാവുതിരും ബേത്ലഹേമിൽ പൂമഴയും നാദബ്രഹ്മമായുദിച്ച സൂര്യനേ മാനസങ്ങൾ തൊട്ടുണർത്തി തേജസാൽ കോകിലങ്ങൾ ഈണമോട് സ്നേഹരാഗം മീട്ടുന്നു മാനസങ്ങൾ തൊട്ടുണർത്തി തേജസാൽ കോകിലങ്ങൾ ഈണമോട് സ്നേഹരാഗം മീട്ടുന്നു നവ്യമാം മാർഗം നിത്യമാം രക്ഷയും പാരിതിൽ പകർന്നവരാ നവമൊരു വചസാ നിരവധി നിറഞ്ഞു ദൈവത്തിൻ സ്വന്തപുത്രൻ പുതുപുലരിയിൽ കതിരുകളാൽ കരമുണർന്നൊരു ഗാനം ഇരുൾ നിറയും മനതാരിൽ പ്രഭ പകർന്നത സ്നേഹം കനിവുതിരും സ്വരവീണയിൽ ശാന്തി മന്ത്രമായുണർന്ന നാദമേ നിലാവുതിരും ബേത്ലഹേമിൽ പൂമഴയും നാദബ്രഹ്മമായുദിച്ച സൂര്യനേ പുതുപുലരിയിൽ കതിരുകളാൽ കരമുണർന്നൊരു ഗാനം ഇരുൾ നിറയും മനതാരിൽ പ്രഭ പകർന്നത സ്നേഹം കനിവുതിരും സ്വരവീണയിൽ ശാന്തി മന്ത്രമായുണർന്ന നാദമേ നിലാവുതിരും ബേത്ലഹേമിൽ പൂമഴയും നാദബ്രഹ്മമായുദിച്ച സൂര്യനേ ഉന്നതനായ ദൈവം ഭൂമിയിൽ അവതരിച്ച സന്തോഷത്തിൻ്റെ സുവാർത്ത നന്മയാണ് ക്രിസ്മസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ വചനത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വചനത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന്
ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന വചനം ഇത്തരണത്തിൽ ഉദ്ധരിക്കട്ടെ. കന്യക എന്ന വാക്ക് പാർത്തനോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. ഇന്ദ്രിയ വശീകരണങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിച്ച ആത്മാവ് എന്നാണ് പാർത്തനോസ് അഥവാ കന്യക എന്ന് പറയുന്ന പദത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം. മറ്റൊരു തരത്തിൽ ഈ ചിന്ത ദൈവത്തിൻ്റെ സത്തയിൽ അലിഞ്ഞു ചേരുന്നതിനുള്ള വ്യക്തിത്വം എന്ന അർത്ഥമാണ് രണ്ടാമത്തേത്. കന്യകയുടെ ജീവിത സാഹചര്യം യഹോയാക്കീം, അന്ന എന്നീ ദമ്പതികളുടെ നേർച്ചയിൻ പ്രകാരം ദൈവം നൽകുന്ന മകളാണ് മറിയ. തൻ്റെ 14 വയസ്സുവരെയും ജെറുസലേം ദേവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് സഹായകമായ നിലയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കപ്പെട്ട ജീവിത സാഹചര്യമാണ് മറിയയുടേത്. ആ മറിയ ഐശയ്യാ പ്രവാചകൻ്റെ വാക്കുകളുടെ പ്രവചന നിവൃത്തി എന്ന നിലയിൽ മെശിഹ കന്യകയിൽ നിന്ന് ഉത്ഭവിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വചനത്തിൻ്റെ ചിന്ത ക്രിസ്മസിലേക്ക് പകർന്നു വരുമ്പോൾ ആ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്മസ് എന്ന ചിന്തയിൽ 2 പ്രധാനപ്പെട്ട അനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഒന്ന്, സത്യത്തിൻ്റെ സ്പന്ദനം ഓരോ ജീവിതങ്ങളിലേക്കും പ്രവേശിക്കുകയാണ് ക്രിസ്മസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സത്യത്തിൻ്റെ സ്പന്ദനം എല്ലാ ജീവിതങ്ങളിലേക്കും ഒഴുകി വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. വിദ്വാൻമാർ മുതൽ ആട്ടിടയന്മാർ വരെ ബേദലഹേമിൻ്റെ സന്തോഷത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ക്രിസ്തു ജനനത്തിലൂടെ അഥവാ ക്രിസ്മസിലൂടെയാണ്. ചിന്തകൾ വിചിന്തനം ചെയ്യുമ്പോൾ AD 336 ക്രിസ്റ്റസ് മസേസെ എന്ന പദം കൊണ്ടാണ് ക്രിസ്മസിനെ ഉത്ഭവം കുറിക്കുന്നത്. അതിനുശേഷം എ സെയിൻറ്റ് ഓഫ് മാൻ അഥവാ ബർത്ത്ഡേ ഓഫ് എ സെയിൻറ്റ് എന്ന നിലയിൽ ആ ചിന്ത ഇന്ന് കാണുന്ന നിലകളിലേക്ക് ഉയർത്തപ്പെട്ടു. കന്യകയുടെ പ്രത്യേകമായ സമർപ്പണം, ദൈവവിളി, ദൗത്യ നിർവഹണം ആ പുണ്യജനനത്തിൽ തികവാർന്ന ഒരു നന്മയാണ്. സത്യത്തിൻ്റെ സ്പന്ദനത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ആട്ടിടയന്മാർ വെളിംപ്രദേശത്ത് പാർത്തിരുന്ന ഒരു സമൂഹമാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പ്രതിനിധികളാണ് ആട്ടിടയർ. വികാരങ്ങളെ ഉപേക്ഷിച്ച് ദൈവ വഴിയിലേക്ക് തിരിഞ്ഞ നിലയിലേക്ക് ആട്ടിടയന്മാർ എത്തിച്ചേരുകയാണ്. രണ്ടാമത്തെ ചിന്ത, ദൈവിക സമയം പ്രപഞ്ച സമയത്തിലേക്ക് പ്രവേശിച്ചു. അതാണ് ക്രിസ്മസ് നൽകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യാദിക. ഈ ദൈവിക സമയം കൈറോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നാം അതിനെ ചിന്തിപ്പിക്കുക. കൈറോസ് എന്ന ദൈവിക സമയം പ്രപഞ്ച സമയമായ ക്രോനോസിലേക്ക് ഇറങ്ങി വരുന്നു. പ്രപഞ്ചത്തിൻ്റെ മലിനപ്പെട്ട ഒഴുക്കിൽ നിന്ന് ദിവ്യമായ ഒരു നവീകരണത്തിലേക്ക് കൈറോസ് അഥവാ ദിവ്യസമയം പ്രവേശിക്കുന്നു. ഇതാണ് കാലസമ്പൂർണത. കാലസമ്പൂർണതയിലെ ദൈവിക പദ്ധതിயின் പ്രകാരം ക്രിസ്മസ് എല്ലാവരെയും ആകർഷിക്കുമ്പോൾ സത്യത്തിൻ്റെ സ്പന്ദനത്തിലേക്ക് ചെവി കൊടുക്കുവാനും ദൈവകൃപയുടെ തണലിലേക്ക് ശരണപ്പെടുവാനും എല്ലാ ജീവിതങ്ങളെയും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു.